രാജ്യത്തെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകൾ വിനിയോഗിക്കുന്ന സർക്കാർ പദ്ധതികളിലൊന്നാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ ആളുകൾക്ക് പ്രതീക്ഷയും ഏറെയാണ്. ഇത്തവണ ബജറ്റിൽ EPF വേതന പരിധി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേതന പരിധി 15,000-ൽ നിന്ന് 21,000 രൂപയായി ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ. ഈ വിഷയത്തിൽ 4 മാസത്തിനുള്ളിൽ ഔദ്യോഗിക തീരുമാനം എടുക്കണമെന്ന് ഈ വർഷം ആദ്യം തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശവും നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ബജറ്റിൽ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതോടെ EPF പരിധി നിലവിലെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പരിധിയായ 21,000 രൂപയുമായി പൊരുത്തപ്പെടും. 15,000-നും 21,000-നും ഇടയിൽ വരുമാനമുള്ള നിരവധി ജീവനക്കാർ ഇപ്പോൾ EPF സ്കീമിൽ ഉൾപ്പെട്ടിട്ടില്ല. സർക്കാർ വേതന പരിധി ഉയർത്തിയാൽ ഏകദേശം 7.5 മുതൽ 10 ലക്ഷം പേർക്ക് വരെ ഔദ്യോഗിക സാമൂഹിക സുരക്ഷാ വലയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിലവിൽ 15,000 രൂപ പരിധി അടിസ്ഥാനമാക്കി ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നവരുടെ നിർബന്ധിത സംഭാവന പരിധി വർദ്ധിക്കും. ഇത് ഉയർന്ന സമ്പാദ്യം ഉറപ്പാക്കുന്നതാണ്. വാർഷിക ഇൻക്രിമെന്റ് മൂലം അടിസ്ഥാന ശമ്പളം 15,000 കടന്ന എന്നാൽ താഴ്ന്ന ശമ്പളമുള്ള നിരവധി ആളുകൾക്ക് നഷ്ടപ്പെട്ട PF ആനുകൂല്യങ്ങളും തിരികെ നേടാനാകും. അതേസമയം തന്നെ വേതന പരിധി ഉയർത്തുന്ന നീക്കം ചിലർക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം പിടിക്കലുകൾക്ക് ശേഷം കയ്യിൽ കിട്ടുന്ന തുകയുടെ അളവ് കുറയുമെന്നത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ദീർഘകാല സമ്പാദ്യം വളർത്താനായി പ്രതിമാസ ടേക്ക് ഹോം വേതനത്തിൽ ചെറിയൊരു നഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. ഇതോടകം തന്നെ കുടുംബ ബജറ്റിൽ വെല്ലുവിളി നേരിടുന്നവർക്ക് ഇതൊരു പ്രശ്നമാക്കും. ഉദാഹരണത്തിന് നിലവിൽ 21,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരൻ നിലവിൽ 15,000 രൂപ പരിധി കണക്കാക്കി 1,800 രൂപയാണ് PF-ലേക്ക് അടയ്ക്കുന്നത്. പരിധി ഉയർത്തുന്നതോടെ 21,000 രൂപയുടെ 12% 2,520 രൂപ PF-ൽ അടയ്ക്കേണ്ടി വരും. അതായത് പ്രതിമാസ ശമ്പളത്തിൽ 720 രൂപയുടെ കുറവ് വരും. എന്നാൽ ദീർഘകാലത്ത് ഒരു മികച്ച വിരമിക്കൽ ഫണ്ട് സൃഷ്ടിക്കാൻ ഈ നീക്കം വഴിവെക്കും. അതിനാൽ ശമ്പളത്തിന്റെ നഷ്ടം മികച്ചൊരു ഭാവിക്കുള്ള നിക്ഷേപമായി മാത്രം കാണാനും സാധിക്കും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.